നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് NIOS +2 സോഷ്യോളജി ചാപ്റ്റർ 4 ആണ്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഈ ഒരു ക്വസ്റ്റ്യനകത്തുള്ള ഈ 5 മെത്തേഡ് അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു തരാം. അപ്പം ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കറിയണം എന്താണ് ഡേറ്റ അല്ലെങ്കിൽ എന്താണ് വിവരം. അപ്പോൾ ഡേറ്റ എന്ന് വെച്ചാൽ ഇൻഫോർമേഷനാണ്. നമുക്ക് ഈ ഇൻഫോർമേഷൻസ് 2 രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് പ്രൈമറി ഡേറ്റയിലൂടെയും 2 സെക്കൻഡറി ഡേറ്റയിലൂടെയും. പ്രൈമറി ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അയാളുടെ സമയവും അയാളുടെ പണവും ഒക്കെ ചിലവാക്കിക്കൊണ്ട് അയാൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ. സെക്കൻഡറി ഡേറ്റ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്താണ് പബ്ലിഷ്ഡ് അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് സോഴ്സിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡ്. ഇതാണ് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം 5 ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്. 5 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? 1 ഒബ്സർവേഷൻ മെത്തേഡ്, 2 ഇൻ്റർവ്യൂ മെത്തേഡ്, 3 ക്വസ്റ്റ്യനറി മെത്തേഡ്, 4 കേസ് സ്റ്റഡി മെത്തേഡ്, 5 സർവേ മെത്തേഡ്. ഈ 5 എണ്ണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡാണ്. അതായത് നിരീക്ഷണം. അതായത് നമ്മൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്നും അവരെ നിരീക്ഷിച്ച് വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് നിരീക്ഷണ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം ഒബ്സർവേഷൻ മെത്തേഡിലൂടെ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളെയോ നമ്മൾ നിരീക്ഷിച്ച് അവരിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന മെത്തേഡ്. ഈ നിരീക്ഷണ മെത്തേഡ് 2 തരത്തിലുണ്ട്. ഒന്ന് പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ മെത്തേഡും 2 നോൺ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ മെത്തേഡും. നമുക്കറിയാം നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് കാണും. ആ ഗ്രൂപ്പിൽ ലീഡറുള്ള ടീമിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്നും, ലീഡർ ഇല്ലാതെ ബാക്കിയുള്ള ആളുകൾ പോയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനെ നോൺ പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ എന്നും പറയുന്നു. ഇതാണ് ഒബ്സർവേഷൻ മെത്തേഡിനകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. നമുക്കറിയാം എന്താണ് ഇൻ്റർവ്യൂ മെത്തേഡ്. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നു. ഈ ഇൻ്റർവ്യൂ മെത്തേഡ് 2 തരത്തിലുള്ളത്. ഒന്ന് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡും അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും, ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. എന്നാൽ അൺസ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ അല്ല, ഒഫീഷ്യലൊന്നും ആയിരിക്കത്തില്ല, ക്യാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ അധികം ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു മെത്തേഡും കൂടി നോക്കാം. മൂന്നാമത്തെ മെത്തേഡാണ് ക്വസ്റ്റ്യനറി മെത്തേഡ്. അതായത് ചോദ്യാവലി. ഒരു കൂട്ടം ചോദ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആളുകളെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുകയാണ്. ചോദ്യങ്ങൾ പൊതുവേ എന്തായിരിക്കും? ഷോർട്ടായിരിക്കും. അതായത് ഇപ്പം ഷോർട്ടും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അതെ, അല്ല, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ വിവരങ്ങൾ വ്യക്തികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്വസ്റ്റ്യനറി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ അല്ല, ലീസ്റ്റ് മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനമാണ്. അതായത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നോർമലി കേസ് സ്റ്റഡി മെത്തേഡൊക്കെ ഈ ജയിൽ പുള്ളികളെയൊക്കെ പറ്റിയിട്ടും അങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഈ സൈക്കോ കില്ലേഴ്സിനെ പറ്റിയും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഈ പാത്തിലേക്ക് വന്നത്, ഇവരെ പണ്ടത്തെ കാലം എങ്ങനെയായിരുന്നു, അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡീനെ നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇനിയുള്ള മെത്തേഡാണ് സർവേ മെത്തേഡ്. നമുക്കറിയാം എന്താണ്? ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർവേ മെത്തേഡ്. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനറീസും ഇൻ്റർവ്യൂസൊക്കെ യൂസ് ചെയ്ത് ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ അത്യാവശ്യം എല്ലാ ആളുകൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ക്ലാസ്സോ ട്യൂഷനോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മുകളിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ കണ്ട ആളുകൾ ജസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു എന്നൊന്ന് മെസ്സേജ് ചെയ്യുക. അത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.